മബുഹായ് ഫിലിപ്പീൻസ്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സാൻ കാർലോസ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവിടെ മഗതക്കിങ് എന്ന് പറയുന്ന സ്ഥലത്ത് കബാലിയൻ ക്ലോ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ ഇന്നൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ ഇന്ന് നമുക്കൊരു ക്ഷണം സ്വീകരിച്ചാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആ പരിപാടിക്ക് നമ്മളെ ക്ഷണിച്ചത് ഒരു മലയാളിയാണ്. ആരാന്നൊക്കെയുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് കബാലിയൻ ക്ലോ റിസോർട്ട്. അതിമനോഹരമായ ഒരു റിസോർട്ടാണിത്. ഈ റിസോർട്ടിൽ വെച്ചിട്ട് ഇന്ന് കുഞ്ഞിൻ്റെ സെലിബ്രേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എല്ലാ ബന്ധുക്കളെയും വിളിച്ചൊരു മീറ്റപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഞാനും നിർണയും അന്വേഷവുമാണ് ഈ പരിപാടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു പരിപാടിയാണ്. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ക്ഷണിച്ചത് ഒരു മലയാളിയാണെന്ന്. ഇതാണ് ആ മലയാളി. ഇദ്ദേഹത്തിൻ്റെ പേര് ഹംസ എന്നാണ്. ഹംസക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിക്കി ആൻറ്റി, ഇവരാണ് നമ്മളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത്. ഇവരെ യാദൃശ്ചികമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. വിക്കി ആൻറ്റി നടന്ന് അന്നൂസിനെയും കൊണ്ട് നമ്മുടെ ഫിലിപ്പീൻസിൻ്റെ കൾച്ചറായിട്ടുള്ള ബ്ലെസ്സിങ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ എത്ര ചെറിയ ആൾക്കാരും മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ ഇതുപോലെ ബ്ലെസ് ചെയ്യണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാളിലേക്ക് കയറി. ഈ വരുന്നതാണ് ഹംസക്കൻ്റെ മരുമകൻ, ഐറിഷുകാരനാണ്. വിക്കി ആൻറ്റി അതുവഴിയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ബന്ധുക്കളും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹംസക്കയും വിക്കി ആൻറ്റി വളരെയധികം ബിസിയാണ്. നമ്മളോട് ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനും മിർണയും ഒരു സ്ഥലത്ത് മാറിയിരുന്നു. അന്നൂസ് വളരെയധികം ഹാപ്പിയാണ്. അവൾ ഇതൊക്കെ കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടു കൂടി ഇരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഫിലിപ്പീൻസിൽ വന്നിട്ട് തന്നെ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതെന്താണെന്നോ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിതെല്ലാം വളരെ കൗതുകത്തോടു കൂടി തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് എല്ലാം വിദേശികളാണല്ലോ. ഞാനൊരാളും ഹംസക്കയും മാത്രമേ ഉണ്ട് അതിൽ മലയാളിയായിട്ട്, ബാക്കി ആരുമില്ല. ഈ വന്നിരിക്കുന്നതാണ് ഹംസക്കൻ്റെ മോള്. ഹംസക്കൻ്റെ മോള് കുഞ്ഞിനെയും കൊണ്ട് എല്ലാ ബന്ധുക്കളെയൊക്കെ വന്ന് കാണുകയാണ്. അപ്പോൾ നമ്മളെ അടുത്തും വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അളിയൻ അവിടെ ഫോട്ടോ എടുത്തും പിന്നെ കേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ മ്യൂസിക് സിസ്റ്റമോ പാട്ടും മേളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനൊക്കെ ഓരോരുത്തരും ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. ഞാൻ അതുവഴിയൊക്കെ നടന്ന് ഇതേപോലെ ഓരോന്നൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാണ്. ഞാനിതൊരു വീഡിയോ ആക്കണമെന്നോ അല്ലെങ്കിൽ പിന്നീട് വീഡിയോ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ഇത് അവിടെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊരു രസകരമായൊരു കാര്യമാണ്. ഹംസക്കൻ്റെ മോള് വീണ്ടും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള ഒരു ചെറിയ പ്രൊഡക്ഷൻ പോലുള്ള ഒരു ഗെയിം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും അവർ പങ്കെടുപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ഷൻ കൊടുക്കുക, അതിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങനെ മത്സരിച്ചിട്ട് ജയിക്കുന്ന ഒരാൾക്ക് സമ്മാനമൊക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മിർണയും ഞാനൊക്കെ പറഞ്ഞു, നീ ഏതായാലും ഒരു ആൺകുട്ടിയുടെ കൊടുക്കും, ഞാൻ പെൺകുട്ടിയുടെ കൊടുക്കാം, അപ്പോൾ സമ്മാനം എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഡീലാക്കി അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. മത്സരം അത് മാത്രമൊന്നുമല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ചാർജുള്ള ഫോണിൻ്റെ ആൾക്കാർക്ക് സമ്മാനം, ഏറ്റവും കൂടുതൽ ചാർജ് കുറവുള്ള ആൾക്കാർക്ക് സമ്മാനം, സുന്ദരിയായ ആൾക്കാർക്ക് സമ്മാനം, നല്ല ചിരിയുള്ള ആൾക്ക് സമ്മാനം, അങ്ങനെ ഒരുപാട് നമുക്കൊക്കെ രസകരമായിട്ട് തോന്നുന്ന പല പല ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം അവർ സമ്മാനം കൊടുത്ത് അവരൊരു ആഘോഷം പോലെ നടത്തിയൊരു പരിപാടി. ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് ഈ പരിപാടി കണ്ടപ്പോൾ തോന്നി. ഒരുപാട് പുതുമ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കഴിഞ്ഞ ഫംഗ്ഷന് വരാത്തതിൻ്റെ കുറ്റം പറിച്ചിലും പിന്നീട് ഒരു സൈഡിൽ ഗ്രൂപ്പായിട്ട് ആൾക്കാർ ഇരിക്കുകയും അവർക്ക് വേണ്ടവരോട് അവർ മാത്രം സംസാരിക്കുകയും, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മൾ ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള ഓരോ പരിപാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടുന്ന് പാട്ടും മ്യൂസിക്കൊക്കെ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എല്ലാവരോടും കൈപൊക്കി ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തതും ചിരിച്ചതുമാണ്. ഒരു മലയാളി ഇതേപോലെ ഒരു ഫംഗ്ഷനിൽ പോയിട്ട് നമ്മൾ എല്ലാവരും ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടിയിൽ ഡാൻസ് കളിപ്പിക്കുന്നതും. എല്ലാവരും അതിൽ വയസ്സെന്നോ അല്ലെങ്കിൽ വയസ്സായവരോ ചെറിയവരോ അങ്ങനത്തെ യാതൊരു ഇതുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് അവർ നല്ല ഡാൻസും പാട്ടും ഒക്കെ കളിച്ച് എല്ലാവരും വളരെയധികം ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും
ഒരു കുറവുമില്ല. ഇതിൽ പല പല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, പല പല എന്താ പറയുക ടീച്ചറുണ്ടാവും, പല പല ആൾക്കാർ. പക്ഷെ എല്ലാവരും ഒരേ മൈൻഡോട് കൂടി തന്നെ അവർക്ക് ഡാൻസും പാട്ടും ഹംസയ്ക്കും വിക്യാൻ്റിയൊക്കെ ആണെങ്കിൽ വിക്യാൻ്റിയൊക്കെ ഫുള്ള് ചാർജാണ്. വിക്യാൻ്റിയൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ശരിക്കും എന്താ ശരിക്കും എനിക്ക് പറയേണ്ടതല്ല. പക്ഷെ എനിക്ക് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല ശരിക്കും എൻജോയ് ചെയ്തു. അവരൊക്കെ ഡാൻസ് കളിച്ചു. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. ഞാൻ ഫിലിപ്പീൻസിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നതും ഇത് ശരിക്കും ആദ്യമാണ് എൻ്റെ. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു വിദേശത്തൊക്കെ പോയിട്ട് നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അവിടെ അളിയനാണെങ്കിലും ഹംസയ്ക്കാണെങ്കിലും എല്ലാ ആൾക്കാരും വളരെയധികം ഫുൾ ഹാപ്പി ആയിരുന്നു. ആരും അവിടെ സാഡ് അടിച്ചിരിക്കുന്നതല്ലോ ഒന്നും ഞാൻ കണ്ടില്ല. പാട്ടൊക്കെ കൂടി വന്നപ്പോൾ അന്നൂസിനൊന്നും അവിടെ ഇരിക്കാനേ വയ്യ, അത്രയ്ക്ക് ഡാൻസ് ആയിരുന്നു അന്നൂസും ബാക്കിയുള്ളവരെല്ലാവരും. എന്തായാലും ഞാനും വളരെ ഹാപ്പിയാണ്, മെറിനെ ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷമായിട്ട്. പിന്നെ ഭക്ഷണം അതും വളരെ ഗംഭീരമായിരുന്നു. ഭക്ഷണത്തെ പറയുകയാണെങ്കിൽ ഞാനിതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഭക്ഷണമാണ്, ഫിലിപ്പീനോ ഫുഡാണ് എല്ലാം. സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മാൻസിത്ത് ഉണ്ടായിരുന്നു, പിന്നെ പേരറിയാത്ത കുറേ ഫുഡുകളുണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ വിക്യാൻ്റിയും ഹംസയൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളിങ്ങനെ ഒറ്റപ്പെടണോ എന്നുള്ള ഫീലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും നല്ല ശരിക്ക് കഷ്ടപ്പെട്ടിരുന്നു പാവങ്ങൾ. പരിപാടിയൊക്കെ എൻജോയ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്തായാലും അതിഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. ഞങ്ങളിതിന് ക്ഷണിച്ച ഹംസയ്ക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ്.